അയോൾ എസ് ഫോർ ഓണേഴ്സിന്റെ നെറ്റ്വർക്ക് അനാലിസിസ് ആൻഡ് സിന്തസിസ് എന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ 1 സ്വാഗതം. അപ്പോൾ മോഡ്യൂൾ 1 ടോപ്പിക്സ് കാണിച്ചിട്ടുള്ളത് നെറ്റ്വർക്ക് ടോപ്പോളജി, ലീനിയർ ഓറിയന്റഡ് ഗ്രാഫ്, ഇൻസിഡൻസ് മെട്രിക്സ്, കിർച്ചോഫ്സ് ലോ, അതേപോലെ നോഡൽ അനാലിസിസ്, സർക്യൂട്ട് മെട്രിക്സ്, കിർച്ചോഫ്സ് ലോ ഇൻ ഫണ്ടമെന്റൽ സർക്യൂട്ട് ഫോർമുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ S3 സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്കിൽ KVL KCL ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ആയിട്ട് മെഷ് അനാലിസിസോ നോഡൽ അനാലിസിസോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് കറണ്ട് വേണമെങ്കിൽ കറണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് വേണമെങ്കിൽ വോൾട്ടേജ് എല്ലാം കണ്ടെത്താം. ഓക്കെ, അപ്പൊ ഇതിലിപ്പോൾ മെഷ് അനാലിസിസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് മെഷ്, രണ്ടാമത്തെ മെഷ്, മൂന്നാമത്തെ മെഷ്. ഓക്കെ, അപ്പൊ I1 I2 I3 എടുത്തിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ V1 V2 റെപ്രസെന്റ് ചെയ്തിട്ട് KCL അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം, നോഡൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഇത് ഒരു 3 അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലത്തെ ഒരു സർക്യൂട്ട് തരാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, വലിയൊരു സർക്യൂട്ടാണ്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8ഓളം മെഷ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 8 കറന്റ് അസ്യൂം ചെയ്യണം. ആ 8 കറന്റ് ചെയ്യുമ്പോൾ 8 ഇക്വേഷൻസ് കിട്ടും. അപ്പൊ അത് സോൾവ് ചെയ്യാന്നുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മറ്റൊരു ഇത് പഠിക്കണം, നെറ്റ്വർക്ക് ടോപ്പോളജി, അല്ലെങ്കിൽ എന്താ പറയും, ഗ്രാഫ് തിയറി എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാഫ് തിയറി പറയുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നോഡ് എന്താണെന്ന് അറിയാം. ഓക്കെ, 2 3 ബ്രാഞ്ചസ് കൂടി ചേരണേനാണ് പറയാം നോഡ് എന്ന് പറയാം. ബ്രാഞ്ച് എന്നുള്ളത് 2 നോഡ് ഉണ്ടെങ്കിൽ അതിന് തമ്മിൽ കണക്ട് ചെയ്യണേന് എന്ത് പറയാറ്, ബ്രാഞ്ച് എന്ന് പറയാറ്. ലൂപ്പ് അറിയാം, ഒരു ക്ലോസ്ഡ് ആയിട്ട് ഒരു ഇതുണ്ടെങ്കിൽ അതിനെന്ത് പറയാം, ലൂപ്പ് എന്ന് പറയാം. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ കുറേ ലൂപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതാണത് മെഷ് എന്നുള്ളത്. മെഷ് എന്നുള്ളത് എന്താണ്, ഏറ്റവും ചെറിയ ക്ലോസ് ലൂപ്പിന്. ഓക്കെ, ഇതാണത് ഏറ്റവും ചെറിയ ക്ലോസ് ലൂപ്പ്, ഇത് മറ്റൊരു ചെറിയ ക്ലോസ് ലൂപ്പ്. അപ്പൊ ഇതിനൊക്കെ എന്തുണ്ടെന്ന് പറയാറ്, മെഷ് എന്ന് പറയാറ്. ഓക്കെ, അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ, എ ലീനിയർ ഗ്രാഫ് ഈസ് കളക്ഷൻ ഓഫ് നോഡ്സ് ആൻഡ് ബ്രാഞ്ചസ്. നോഡും ബ്രാഞ്ചും മാത്രമുള്ള, ഓക്കെ, ഒരു സർക്യൂട്ടിൽ ഒരു നോഡും ബ്രാഞ്ചും മാത്രമുള്ളത് ഇങ്ങനെ എന്താ പറയാറ്, ഒരു ലീനിയർ ഗ്രാഫ് എന്ന് പറയാറ്. ഓക്കെ, ദ നോട്ട്സ് ആർ ജോയിൻഡ് ടുഗദർ ബൈ ബ്രാഞ്ച്. ഓക്കെ, നോട്ട്സ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്രാഞ്ച് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദ ഗ്രാഫ് ഓഫ് എ നെറ്റ്വർക്ക് ഈസ് ഡ്രോൺ ബൈ ഫസ്റ്റ് മാർക്കിംഗ് ദ നോട്ട്സ് ദെൻ ജോയിനിങ് ദ നോട്ട്സ് ബൈ ലൈൻസ്. ഓക്കെ, ഒരു ഗ്രാഫ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ടിൽ, ഓക്കെ, ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിലെ നോട്ട്സ് എല്ലാം എന്താ ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ നോട്ട്സും എന്താ ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ നോട്ട്സ് തമ്മിൽ ഒരു ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, വെറും ലൈൻ കൊണ്ട് മാത്രം റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇത് പറയാറ്, ഗ്രാഫ് എന്ന് പറയാറ്. ഓക്കെ, ഇതെന്താണ്, ഇപ്പൊ ഗ്രാഫ് ഉള്ളു, ഇതിൽ റെസിസ്റ്റർ ഇല്ല, ഇൻഡക്ടർ ഇല്ല, കപ്പാസിറ്റർ ഇല്ല, വോൾട്ടേജ് സോഴ്സ് ഇല്ല, കറണ്ട് സോഴ്സ് ഇല്ല, വെറും ലൈൻ കൊണ്ട് മാത്രം റെപ്രസെന്റ് ചെയ്യുക. അതിനെയാണ് ഇത് പറയാറ്, ഗ്രാഫ് എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ ഈ നോട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. 1 2 3 4 തന്നെയാണ് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നോട്ട്സ് എന്ത് ചെയ്യും, 1 2 3 4 തന്നെയാണ് മാർക്ക് ചെയ്യും. ബ്രാഞ്ച് എന്നുള്ളതും അതേപോലെ ABCD എന്നോ 1 2 3 4 എന്നാണോ എങ്ങനെയും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഈ തേർഡ് പോയിന്റ് പറയുന്നത്. ഓൾ ദ വോൾട്ടേജ് ആൻഡ് കറന്റ് സോഴ്സസ് ആർ റീപ്ലേസ്ഡ് ബൈ ദയർ ഇന്റേണൽ ഇംപെഡൻസ്. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റേണൽ ഇംപെഡൻസ് ആയ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് മാർക്ക് ചെയ്യുക. കറന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അതെന്താ ചെയ്യുക, ഓപ്പൺ സർക്യൂട്ട് ഉണ്ട് മാർക്ക് ചെയ്യുക. ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. നോട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ആർ നമ്പേർഡ്, എല്ലാം നമ്പർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പൊ 1 2 3 4 എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഞ്ച് ഉണ്ട്, അല്ല നോഡ് ഉണ്ട്. അപ്പൊ 1 2 3 4 എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ച് എന്ത് ചെയ്തു, ആദ്യം അല്ല നോട്ട്സ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ 1ഉം 2ഉം തമ്മിൽ ഒരു കപ്പാസിറ്റർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്ത് ചെയ്തു, ഒരു ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. 2ഉം 3 എന്നാണ് ഒരു റെസിസ്റ്റർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും എന്ത് ചെയ്തു, ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തു. 1ഉം 3ഉം തമ്മിൽ പിന്നെ ഒരു ഇൻഡക്ടർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും എന്ത് ചെയ്തു, വെറും ഒരു ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അതെന്താ ഒറ്റൊന്നാക്കിയിട്ട് മാർക്ക് ചെയ്തു. 1ഉം 4ഉം തമ്മിൽ ഒരു ബ്രാഞ്ചോട്. ഇനി 5ഉം 6ഉം ഇതെന്താണ്, ഒരു ലൈൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക, ഇതും എന്താണ്, ഒരു ലൈൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ 3ഉം 4ഉം തമ്മിൽ ഓക്കെ റെസിസ്റ്ററും ഇൻഡക്ടറും ഉണ്ട്. ഓക്കെ, റെസിസ്റ്ററും ഇൻഡക്ടറും ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒറ്റ ലൈൻ കൊണ്ട് മാത്രം റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഗ്രാഫ് എന്നുള്ളത്.
ഇതിനെ അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇതിൽ ഡയറക്ഷൻസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതിൽ ഡയറക്ഷനും കൂടി മാർക്ക് ചെയ്താൽ ഓക്കെ, 2 എന്നുള്ള ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ, 2 എന്നുള്ളതിലോട്ട് എൻട്രി ചെയ്യാം. അപ്പൊ ആ എൻട്രിങ് കൊടുത്തു, നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ കൊടുക്കട്ടോ, അതിപ്പോ തിരിച്ചായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റഡ് ഓർ ഓറിയന്റഡ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചസിന് ആരോ മാർക്കും കൂടി ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും, ഡയറക്റ്റഡ് അല്ലെങ്കിൽ ഓറിയന്റഡ് ഗ്രാഫ് എന്ന് കൂടി പറയും. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് നോഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻസിഡൻസ് ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞ ബ്രാഞ്ചിങ് ട്രൂ എന്ന് പറഞ്ഞ നോഡിന്റെ ഡിഗ്രി ചോദിച്ചാൽ എന്ത് പറയാ, അപ്പൊ ഇതിലോട് 3 ബ്രാഞ്ച് കൂടിച്ചേരുന്നുണ്ട്. 2, 3, 4 എന്ന് പറഞ്ഞ 3 ബ്രാഞ്ച് കൂടിച്ചേരുന്നുണ്ട്. അപ്പൊ ഇതിനെന്ത് പറയും, ഈ 2ന്റെ ഡിഗ്രി എന്നുള്ള എന്തേക്കാരം 3 ആയിക്കാരം. ഓക്കെ, അപ്പൊ എത്ര ബ്രാഞ്ച് കൂടിച്ചേരുന്നുണ്ട് അതാണ് എന്ത്, ഡിഗ്രി. അപ്പൊ ഇതില് 3 ബ്രാഞ്ചാണ് കൂടിച്ചേരുന്നത്. അപ്പൊ ഇതിന് എന്ത് പറയും, ഈ 4 എന്നുള്ളതിന്റെ ഡിഗ്രി എത്ര ആയിക്കാരം, 3 ആയിക്കാരം വരിക. ഓക്കെ, അപ്പൊ ബ്രാഞ്ചസ് 2, 3, 4 ആർ ഇൻസിഡൻസ് അറ്റ് നോഡ് 2. 2, 3, 4. അപ്പോൾ 2 എന്നുള്ളതിന്റെ ഡിഗ്രി എന്തേക്കാരം വരിക, 3 ആയിക്കാരം വരിക. നെക്സ്റ്റ്, ഗ്രാഫുമായി ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജീസ് ആണ്. ഓക്കെ, ഒരു സബ് ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഇതൊരു ട്രീ ആണെങ്കിൽ ഒരു ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിന്റെ സബ്സെറ്റ്, നമ്മളെ പണ്ട് സെറ്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സബ്സെറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, സബ് ഗ്രാഫ് എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 എന്ന് പറഞ്ഞ നോഡ്, 3 എന്ന് പറഞ്ഞ നോഡ്, 4 എന്ന് പറഞ്ഞ അത് മാത്രം എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, ഒരു സബ്സെറ്റ്. 1ഉം 3 മാത്രം എടുത്തിട്ടുള്ളൂ, ബ്രാഞ്ച് 2 എന്ന് പറഞ്ഞ ബ്രാഞ്ച് മാത്രം. ഇതും എന്താണ്, ഒരു സബ്സെറ്റ് ആണ്. ഈ ഗ്രാഫിന്റെ സബ്സെറ്റ് ആണ് ഇത്. അതുകൊണ്ട് ഇതിനെന്ത് പറയും, സബ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, എ പ്രോപ്പർ സബ് ഗ്രാഫ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻ ബ്രാഞ്ചസ് ആൻഡ് നോഡ്സ് ലെസ് ദാൻ ദോസ് ഗ്രാഫ്. അതായത് ഈ ഗ്രാഫിന്റെ ലെസ് ദാൻ ആയിട്ട് ആണ് ബ്രാഞ്ചും നോഡ് ഉണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാറ്, സബ് ഗ്രാഫ് എന്ന് പറയും. ഇനി മറ്റൊന്നാണ് എന്ത്, ട്രീ എന്നുള്ളത്. ട്രീ എന്നുള്ളതും എന്താണ്, ഒരു സബ് ഗ്രാഫ് ആണ്. പക്ഷെ ഇവിടെ കുറച്ച് നിബന്ധനകളുണ്ട്. എ ട്രീ സെറ്റ് ഓഫ് ബ്രാഞ്ചസ് വിത്ത് എവരി നോഡ് കണക്റ്റഡ്. അതായത് ഈ ട്രീ എന്നുള്ളതിൽ എല്ലാ നോഡും വേണം. അപ്പൊ ഇതിൽ 4 നോഡ് ഉണ്ടെങ്കിൽ ആ 4 നോഡും എന്ത് ചെയ്യണം, ഈ സർക്യൂട്ടിൽ വേണം, ട്രീയിൽ വേണം. ഇൻ സച്ച് വേ ദാറ്റ് ദ റിമൂവൽ ഓഫ് എനി ബ്രാഞ്ചസ് ചേഞ്ചസ് ദിസ് പ്രോപ്പർട്ടി. ഓക്കെ, ഏതെങ്കിലും ബ്രാഞ്ചസ് റിമൂവ് ചെയ്തിട്ട് എല്ലാ നോഡും ഉണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാറ്, ട്രീ എന്ന് പറയാറ്. Okay, alternately, a tree is defined as a connected subgraph of a connected graph containing all the nodes of the graph but not containing any loop. ഇതെന്ത് പാടില്ല, ലൂപ്പ് ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിക്കാണ്ട് എന്തുണ്ട്, നമുക്ക് 4 നോഡ് ഉണ്ട്. അപ്പോൾ 1ഉം 2ഉം തമ്മിൽ 1 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 2ഉം 4 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 4ഉം 3ഉം 5 ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഇതിനെന്ത് പറയാം, നമുക്ക് ഒരു ട്രീ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ട്രീന്റെ ബ്രാഞ്ചസിനാണ് എന്ത് പറയാറ്, ടിക്സ് എന്ന് പറയാറ്. ഓക്കെ, ടിക്സ് എന്ന് പറയാം. അപ്പൊ ടിക്സ് നോക്കുകയാണെങ്കിൽ 1ഉം 2ഉം തമ്മിൽ 1 എന്ന് പറഞ്ഞ ബ്രാഞ്ച്, 4 എന്ന് പറഞ്ഞ ബ്രാഞ്ച്, 5 എന്ന് പറഞ്ഞ ബ്രാഞ്ച്. അപ്പൊ 1, 4, 5 അതാണെന്ത്, ഇത് ഈ ട്രീന്റെ ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ ആ ബ്രാഞ്ചിനെ പറയുന്ന പേരാണിത് ടിക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ട്രീന്റെ ബ്രാഞ്ചിനെയാണ് എന്ത് പറയാറ്, ടിക്സ് എന്ന് പറയാറ്. ഇനി ഇതിന്റെ ഈ ഗ്രാഫിന്റെ മറ്റൊരു ട്രീ ആണ് എന്ത്, ഈ കാണിച്ചിട്ടുള്ളത്. 1, 2, 3, 4 4 നോഡും ഉണ്ട്. പക്ഷെ ഏതൊക്കെ ബ്രാഞ്ച് ഉള്ളൂ, 2, 3, 5 എന്ന് പറഞ്ഞ ബ്രാഞ്ചസ് ആണ്. ഓക്കെ, അപ്പൊ ടിക്സ് ഏതൊക്കെയാണ്, ടിക്സ് ആണ് ബ്രാഞ്ചസ് 2, 3, 5. ഇത് ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കുന്നുണ്ടോ, ഇല്ല. ഓക്കെ, ഇവിടെ എന്താണ്, ഓപ്പൺ ആണ്. അപ്പൊ ഇതും എന്താണ്, മറ്റൊരു ട്രീ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ n-1 ടിക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ബ്രാഞ്ചസ് കണക്ട് ചെയ്താൽ n എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് നോഡ്സ് ആണ്. ഓക്കെ, നോഡ്സ്. അപ്പൊ ഇവിടെ 4 നോഡാണുള്ളത്. അപ്പൊ 4 - 1 3 എന്തായിക്കാരം ഉണ്ടാവുക, ടിക്സ് ആയിക്കാരം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ട്രീന്റെ ബ്രാഞ്ചിനെയാണ് എന്ത് പറയാറ്, ടിക്സ് എന്ന് പറയാറ്. അതിൽ എത്ര ഉണ്ടാകും, n-1 ടിക്സ് ആയിക്കാരം ഉണ്ടാകുക. ഓക്കെ, ഈ ട്രീന്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ there exists only one path between any pair of nodes in a tree. ഓക്കെ, ഒരു പാത്തേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതായത് 1 നിന്ന് ഇപ്പോൾ 3ലോട്ട് പോകാൻ നമുക്ക് എന്താ ഉള്ളൂ, ഒറ്റ പാത്തേ ഉള്ളൂ. അപ്പൊ ഈ 1 നിന്ന് 2ലോട്ട് പോകാനും ഒറ്റ പാത്തേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. ഓക്കെ, അതേ പാടുള്ളൂ.
എ ട്രീ കണ്ടെയ്ൻ ഓൾ നോഡ്സ് ഓഫ് ദ ഗ്രാഫ്. 4 നോഡ് ഉണ്ടെങ്കിൽ ആ 4 നോഡും കണ്ടെയ്ൻ ചെയ്തിരിക്കണം. If n is the number of nodes of the graph, there are n-1 branches in a tree. ഈ n-1 branches ഇനി എന്ന് പറയാറ് ടിക്സ് എന്ന് പറയാറ്. ട്രീസ് ഡു നോട്ട് കണ്ടെയ്ൻ എനി ലൂപ്പ്. എന്ത് പാടില്ല? ലൂപ്സ് ഒന്നും കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, എവരി കണക്റ്റഡ് ഗ്രാഫ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ട്രീ. ഓക്കെ, എല്ലാ കണക്റ്റഡ് ഗ്രാഫിനും അറ്റ്ലീസ്റ്റ് എന്തുണ്ടായിരിക്കണം? ഒരു ട്രീ എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ദ മിനിമം ടെർമിനൽസ് നോട്ട്സ് ഇൻ എ ട്രീ ആർ 2. അതായത് ടെർമിനൽസ് ഉണ്ടല്ലോ, അതായത് 1 3 എൻട്രി ഉണ്ട്. അപ്പൊ 1 3 ആണ് ടെർമിനൽസ്. ഇതിൽ 1 2 ആണ് ടെർമിനൽസ്. എന്താ പാടുള്ളൂ? 2 ടെർമിനൽസ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ട്രീയും ഇത് 3 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രീയും അതിന്റെ പ്രോപ്പർട്ടീസും ആയിട്ട്. ഇനി മറ്റൊന്നാണത് കോ ട്രീ എന്നുള്ളത്. ബ്രാഞ്ചസ് വിച്ച് ആർ നോട്ട് ഓൺ എ ട്രീ ആർ കാൾഡ് ലിങ്ക് ഓർ കോഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ടിക്സ് പറഞ്ഞു. ഓക്കെ, ടിക്സ് എന്താ? ട്രീന്റെ ബ്രാഞ്ചസിനാണ്. ഈ ടിക്സ് അല്ലാത്തതിൽ എന്ന് നമ്മൾ പറയും ലിങ്ക് എന്ന് പറയും. അപ്പോൾ 1 4 5 എന്നുള്ളത് ബ്രാഞ്ചസ് ആണ്. ഇനി ഇല്ലാത്ത ബ്രാഞ്ചസ് ഏതാണ്? നമുക്ക് 6 ബ്രാഞ്ച് ഉള്ളത്. 2 ഇല്ല, 3 ഇല്ല, 6 ഇല്ല. അപ്പൊ ഈ 2 3 6 എന്ത് പറയാറ്? ലിങ്ക് എന്ന് പറയാറ്. ഓക്കെ, 2 3 6 എന്ന് പറയാറ് ലിങ്ക് എന്ന് പറയാറ്. ഓൾ ലിങ്ക് ഓഫ് എ ട്രീ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോംപ്ലിമെന്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ട്രീ ഈസ് കാൾഡ് കോ ട്രീ. അപ്പോ ഇതിൽ ഇല്ലാത്ത ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ബ്രാഞ്ച് കൂടി ചേർത്തിട്ട് വേറെ ഒരു ഗ്രാഫ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ, സബ് ഗ്രാഫ് വരക്കുകയാണെങ്കിൽ അതിനെയാണ് ഇത് പറയാറ് കോ ട്രീ എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ 3 2 6 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു കോംപ്ലിമെന്റ് വരച്ചു. ഈ ട്രീന്റെ ഒരു കോംപ്ലിമെന്റ് വരച്ചു. ആ ട്രീന്റെ കോംപ്ലിമെന്റിനാണ് എന്ത് പറയാറ്? കോ ട്രീ എന്ന് പറയാറ്. ഓക്കെ, ആ ബ്രാഞ്ചസിനെ 2 3 6 എന്നുള്ള ബ്രാഞ്ചിനെയാണ് എന്ത് പറയാറ്? ലിങ്ക് എന്ന് പറയാറ്. ഓക്കെ, ലിങ്ക് എന്ന് പറയാറ്. ഇനി ഇതിന്റെ ലിങ്ക് നോക്കുകയാണെങ്കിലോ, ഇതിന്റെ ലിങ്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്. അതായത് 6, ഇത് 1, ഇത് 4. അപ്പോ 1 4 6 ഉപയോഗിച്ചിട്ട്, അപ്പൊ 2 3 5 1 4 6. ഓക്കെ, അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് എന്ത്? ഇതുള്ളത്. അപ്പൊ ഇതാണ് എന്ത്? ഈ ഗ്രാഫിന്റെ ലിങ്ക് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ 2 3 6 എന്നുള്ളതാണ് ലിങ്ക്, ഇതിന്റെ 1 4 6 എന്നുള്ളതാണ് ലിങ്ക്. ഓക്കെ, അപ്പോ ഇനി കോട്രിയിൽ എത്ര ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് n-1 എന്താണ് ഉണ്ടായിരുന്നത്? n-1 ആയിരുന്നു ടിക്സിന്റെ എണ്ണം. ഓക്കെ, ടോട്ടൽ ബ്രാഞ്ചിന്ന് ആ n-1 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോട്രീന്റെ ബ്രാഞ്ച് കിട്ടും. ഓക്കെ, അപ്പൊ b മൈനസ് n-1 ഇതാണ് എന്ത്? ലിങ്കുകളുടെ എണ്ണം. ഓക്കെ, ഇനി ടിക്സിന്റെ എണ്ണം എന്താണ് വരിക? ടിക്സിന്റെ എണ്ണം n-1 ആണ്. അതായത് ടിക്സിന്റെ എണ്ണം n-1 ആണ്. ബ്രാഞ്ചസ് n-1 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ലിങ്ക് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ഡയറക്റ്റഡ് ഗ്രാഫ് ഓഫ് ദ നെറ്റ്വർക്ക് ഷോൺ ഫിഗർ. വെറും ഗ്രാഫ് എന്ന് വെച്ചാൽ വെറും ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് വെച്ചാൽ എന്ത് വേണം? അതിന് ഡയറക്ഷൻ കൂടി മാർക്ക് ചെയ്യണം. അപ്പൊ അത് വരയ്ക്കാനുള്ള സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ, റീപ്ലേസ് ഓൾ റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ബൈ ലൈൻ സെഗ്മെന്റ്. ഈ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഇതെല്ലാം എന്ത് ചെയ്യുക? ഒരു ലൈൻ കൊണ്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. റീപ്ലേസ് വോൾട്ടേജ് സോഴ്സ് ബൈ ഷോർട്ട് സർക്യൂട്ട്. വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അസ്യൂം ഡയറക്ഷൻ ഓഫ് ബ്രാഞ്ച് കറന്റ്. ഓരോ ബ്രാഞ്ചിലും എന്ത് ചെയ്യുക? ഓരോ കറന്റ് അസ്യൂം ചെയ്യുക. നമ്പർ ഓൾ ദ നോഡ്സ് ബൈ ആൻഡ് ബ്രാഞ്ചസ്. ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. 1 2 3 4 5 നോഡ്സ് ഉണ്ടാവും. 1 2 3 4 5. ഓക്കെ, ഇതെല്ലാം എന്താണ്? നോഡ്സ് ആണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നതാണ്? ഓരോ ബ്രാഞ്ചായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ബ്രാഞ്ച് ഇപ്പൊ എത്ര? ടോട്ടൽ 8 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ആ 8 ബ്രാഞ്ചിനും എന്തുണ്ട്? ഡയറക്ഷനും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ത്? ഡയറക്റ്റഡ് ഓറിയന്റഡ് ഗ്രാഫ് ഓഫ് ദിസ് ഫിഗർ. ഓക്കെ, അപ്പൊ ഈ ഫിഗറിന്റെ ഡയറക്റ്റഡ് ഓറിയന്റഡ് ഗ്രാഫ് ആണ് ഇത് ഈ കാണിച്ചിട്ടുള്ളത്. Next, figure shows a graph of the network. Show all the trees of this graph.
ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രീ ആണ് വരക്കാൻ ചോദിച്ചിട്ടുള്ളത്. 1 2 3 4 4 നോട്ട്സും നിർബന്ധമായിട്ട് കാണും. നമുക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വരച്ചിട്ടുള്ള ഡിഫറൻസ് ട്രീസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. എല്ലാത്തിലും നോക്കിയാൽ 1 2 3 4 4 നോട്ട്സ് ഉണ്ടാകും. ഓക്കെ, ആ 4 നോട്ട്സും തമ്മിൽ എന്തുണ്ടാകും, ഒരു ഒറ്റ പാത്ത് ഉണ്ടാകും. പക്ഷെ ഇത് ഏതെങ്കിലും ക്രോസ് ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്, ഇൻസിഡൻസ് മെട്രിക്സ് എന്നുള്ളത്. ഓക്കെ, ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് വെച്ചാൽ എ ലീനിയർ ഗ്രാഫ് is made up of nodes and branches. When a graph is given, it is possible to tell which branches are incident at which nodes and what are its orientation relative to the nodes. നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് തന്നാൽ നമുക്ക് അതിൽ നിന്ന് ഏതൊക്കെ ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഏതൊക്കെ അത് ആ ബ്രാഞ്ചിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ബ്രാഞ്ചസ് ലീവ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ബ്രാഞ്ച് ആ നോഡിലേക്ക് ടച്ച് ചെയ്യണില്ല എന്ന് നമുക്ക് എന്താ ചെയ്യാം, മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ഇൻസിഡൻസ് മെട്രിക്സ് എന്നുള്ളത്. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഇൻസിഡൻസ് മെട്രിക്സ് ചോദിച്ചാൽ ഓക്കെ, ഒരു ഗ്രാഫിന് n നോഡ്സ് ഉണ്ടാകും, b ബ്രാഞ്ചസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിന്റെ മെട്രിക്സിന്റെ സൈസ് ആണ് എന്ത് വരിക, n ക്രോസ് b എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോഡ് എന്നുള്ളത് എന്തേക്കാരം, നോഡ് എന്നുള്ളത് അതിന്റെ ക്രോസ് ആയിക്കാരം വരാം. ഓക്കെ, ഇപ്പൊ ഇതിൽ 1 2 3 4 4 നോട്ട്സ് ആണെങ്കിൽ 4 നോട്ട്സ് ആയിക്കാരം അതിന്റെ റോ ഉണ്ടാവുക. ഇനി ബ്രാഞ്ചസിലാണ് ആരുണ്ടാവുക, സോറി ബ്രാഞ്ചസ് ആണ് കോളായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ 6 ബ്രാഞ്ചസ് ആണ്. അപ്പോൾ n ക്രോസ് b എന്നുള്ള, അതായത് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 4 × 6 എന്നുള്ള ഒരു മെട്രിക്സ് ആയിക്കാരം എന്തുണ്ടാവുക, ഈ ഇൻസിഡൻസ് മെട്രിക്സിന്റെ സൈസ് ഉണ്ടാവുക. ഓക്കെ, ഇനി അതിൽ എലമെന്റ്സിന് വാല്യൂസ് ഇട്ട് വെക്കണം. ഒന്നുങ്ങ 1 അല്ലെങ്കിൽ -1 0 എന്നുള്ള വാല്യൂ കാരം വരാം. 0 എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച് j ഈസ് നോട്ട് ഇൻസിഡൻസ് അറ്റ് നോഡ് i. ഓക്കെ, ഏതെങ്കിലും ഒരു നോഡ് എടുത്തു 1 എന്നുള്ള നോഡ് എടുത്താൽ അതിലോട്ട് ഏതെങ്കിലും ബ്രാഞ്ച് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻസിഡന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെന്തിട്ട് കൊടുക്കും, 0 എന്നിട്ട് കൊടുക്കും. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് 1 എന്നുള്ള നോഡ് നോക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ടച്ച് 1 ടച്ച് ചെയ്തിട്ടുണ്ട്, 2 ടച്ച് ചെയ്തിട്ടുണ്ട്, 6 എന്നുള്ള ബ്രാഞ്ചും ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ 4ഉം 3ഉം 5ഉം ഇതിനായിട്ട് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നോട്ട് ഇൻസിഡന്റ് ആണെങ്കിൽ അതിനെന്തിട്ട് കൊടുക്കും, 0 എന്നിട്ട് കൊടുക്കും. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് നോഡ് എടുത്തു. ഓക്കെ, അപ്പൊ അതിന്റെ ബ്രാഞ്ച് നോക്കാൻ 3 4ഉം 5ഉം അതിനായിട്ട് ടച്ച് ചെയ്തില്ല. അപ്പൊ 3ക്കും 4നും 5നും നമ്മൾ എന്തിട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് ഒന്നും ടച്ച് ചെയ്തില്ല. ഇപ്പൊ രണ്ടാമത് നോക്കുകയാണെങ്കിൽ രണ്ടാമതിന് 2 3 4 ആണ് ടച്ച് ചെയ്തിട്ടുള്ളത്. 1 6 5 ടച്ച് ചെയ്തില്ല. അപ്പൊ 1 0 5 0 6 0. ഓക്കെ, അങ്ങനെ ഇൻസിഡന്റ് ചെയ്യാത്തതിന് എന്തിട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു. ഇനി 1 ഇട്ട് കൊടുക്കുക, -1 ഇട്ട് കൊടുക്കുക ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ 1നോട് 1 ടച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈസ് ഓറിയന്റഡ് അവേ ഫ്രം നോഡ് i. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോഡിന്ന് അത് ഓറിയന്റഡ് അവേ ആണ്, അതായത് ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തിട്ട് കൊടുക്കും, 1 ഇട്ട് കൊടുക്കും. അപ്പൊ ഫസ്റ്റത്തെ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യാണ്. 2 എന്നുള്ളതും ലീവ് ചെയ്യാണ്, 6 എന്നുള്ളതും ഇതാണ് ലീവ് ചെയ്യാണ്. അപ്പൊ ഇത് 1നും 1 ആയിക്കാരം വരിക, 2നും 1 ആയിക്കാരം വരിക, 6നും 1 ആയിക്കാരം വരാം. കാരണം എന്താണ്, ഇതെല്ലാം ലീവ് ചെയ്യാണ്. ഇനി -1 എപ്പോഴായിട്ട് കൊടുക്കുക, ഈസ് ഓറിയന്റഡ് ടുവാർഡ്സ് നോഡ് i. ആ 1 എന്നുള്ളതിലിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെന്തിട്ട് കൊടുക്കും, -1 ആണ്. ഇനി രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തേൽ ഈ 2 എന്നുള്ളത് എൻ്റർ ചെയ്യാണ്, 4 എന്നുള്ളത് എൻ്റർ ചെയ്യാണ്. അപ്പൊ 2ന് എന്തൊക്കെയാണ് വരിക, -1 ഇട്ട് കൊടുക്കും, 4നും -1 ഇട്ട് കൊടുക്കും. 3 എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഇതിന് ലീവ് ചെയ്യാണ്. ലീവ് ചെയ്യുകയാണെങ്കിൽ +1. ഓക്കെ, ഇനി മൂന്നാമത്തെ ബ്രാഞ്ച് നോക്ക്, ഏതൊക്കെ 1ഉം 2ഉം 3ഉം ടച്ച് ചെയ്യണില്ല. ഓക്കെ, 1ഉം 2ഉം 3ഉം ടച്ച് ചെയ്യുന്നില്ല. അപ്പൊ 1 2 3 0 ഇട്ട് കൊടുത്തു. 4ഉം 5ഉം 6 ആണ്. 4 ലീവ് ചെയ്യാണ്, 5 ലീവ് ചെയ്യാണ്. ലീവ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, 1 ഇട്ട് കൊടുക്കും. 4 ലീവ് ചെയ്യാണ്, 5 ലീവ് ചെയ്യാണ്. 6 ഇതിലോട്ട് എൻ്റർ ചെയ്യണം, എൻ്റർ ചെയ്യുകയാണെങ്കിൽ -1 ഇട്ട് കൊടുക്കും. അതേപോലെ 4ൻ്റെയും കൂടി എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ 4ൻ്റെയും കൂടി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇതേപോലെ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഇത് പറയാറ്. അപ്പോൾ എല്ലാം എൻ്റർ ലീവും ചെയ്ത് നോക്കിയിട്ട് 4ഉം എഴുതി. അപ്പൊ ഇതിനൊരു മെട്രിക്സ് ഫോമിലാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ 4 റോയും 6 കോളം. അപ്പൊ ഇതിനെ എന്ത് പറയാം, കംപ്ലീറ്റ് ഇൻസിഡൻസ് മെട്രിക്സ് എ എന്ന് പറയാം.
ഇനി ഇവിടെ ഈ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ ഇതാണ് ഫസ്റ്റത്തെ നോഡ്, ഇതാണ് ഫസ്റ്റത്തെ ബ്രാഞ്ച്. അപ്പൊ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവാം, ഈ ഫസ്റ്റത്തെ ബ്രാഞ്ച് ഫസ്റ്റത്തെ നോഡിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 1 എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, അത് ലീവ് ചെയ്യാണ്. അപ്പൊ ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ 1 എന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻസ് മെട്രിക്സ് തന്നാൽ നമുക്ക് എന്തും ചെയ്യാം, തിരിച്ച് ഗ്രാഫ് വരക്കാനും പറ്റണം. പിന്നെ ഇത് ഒന്നും കൂടി നോക്കിയാൽ 1ഉം -1 ഈ കോളം ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നത്, 0 ഡിഗ്രി. ഈ കോളം ആഡ് ചെയ്താലും 0 ആണ് കിട്ടുന്നത്. ഈ കോളം ആഡ് ചെയ്താലും 0 0 0 0. നമുക്ക് ഏതെങ്കിലും ഒരു റോ തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ മെട്രിക്സ് കണ്ടെത്താം, എന്നിട്ട് എന്ത് ചെയ്യാം, ഗ്രാഫ് വരക്കാൻ പറ്റും. ഓക്കെ, ഇതാണെന്ത് കംപ്ലീറ്റ് ഇൻസിഡൻസ് മെട്രിക്സ് എന്നുള്ളത്. ഇനി മറ്റൊന്നാണിത് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ഇൻസിഡൻസ് മെട്രിക്സ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു റോ റിമൂവ് ചെയ്യാം. The reduced matrix A is obtained from the complete incidence matrix A by eliminating one of the row. It is also called incidence matrix. It is of the order of n-1 cross B. അത് n ക്രോസ് ബി ചെയ്യുന്ന എന്ത് ഇൻസിഡൻസ് മെട്രിക്സിന്റെ കംപ്ലീറ്റ് ഇൻസിഡൻസ് മെട്രിക്സ് ഉണ്ടായത്, അതിന് ഏതെങ്കിലും ഒരു റോ റിമൂവ് ചെയ്യാം. നമുക്ക് ഏത് റോയും റിമൂവ് ചെയ്യാം. ഫസ്റ്റത്തെ റോ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, സെക്കൻഡത്തെ റോ റിമൂവ് ചെയ്യാം, തേർഡ് റോ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, ഫോർത്ത് റിമൂവ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മാത്രം റിമൂവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എലിമിനേറ്റിംഗ് തേർഡ് റോ, ഇതിത്തെ ഈ തേർഡ് റോ ഉണ്ടല്ലോ അതാണ് റിമൂവ് ചെയ്തത്. അപ്പൊ എന്താ ചെയ്യുക, ഒരു 3/6 മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, 3x6 ആണ്. നേരത്തെ 4x6 ചെയ്യുന്നു. അപ്പൊ 3x6 ഒരു റോ റിമൂവ് ചെയ്തു. ഇതിനെയാണ് എന്താ പറയാറ്, റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയാറ്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്പർ ഓഫ് ട്രീസ് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് ഉപയോഗിക്കുന്നത്. നമ്മളെ ഒരു റെഡ്യൂസ്ഡ് മെട്രിക്സ് എ ഉണ്ട്, അതിന്റെ ട്രാൻസ്പോസ്, അതായത് റോയും കോളും ഇന്റർചേഞ്ച് ചെയ്തു, അപ്പൊ കിട്ടുന്നതാണ് എ ട്രാൻസ്പോസ്. അപ്പൊ എ എന്നുള്ള മെട്രിക്സ് നമുക്ക് നേരത്തെ കിട്ടി, എ ട്രാൻസ്പോസ് കിട്ടി. ഈ എയും എ ട്രാൻസ്പോസും കൂടി എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് 3/6 ആണ്. അപ്പൊ ഇത് 6/3 ആയിക്കാരം വരിക. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു 3/3 മെട്രിക്സ് കിട്ടും. അതിന്റെ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് കാണും. ഓക്കെ, അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, എത്ര ട്രീസ്, നമ്പർ ഓഫ് പോസിബിൾ ട്രീസ്, ആ സർക്യൂട്ടിൽ എത്രത്തോളം പോസിബിൾ ട്രീസ് ഉണ്ടെന്ന് കണ്ടെത്താം. അപ്പൊ ഇതാണ് എന്ത്, എ എന്നുള്ളത് എ ട്രാൻസ്പോസ്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. എയും എ ട്രാൻസ്പോസും കൂടി എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്തി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 16 എന്നുള്ളത് കിട്ടി. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ഇതിന് 16 ട്രീസ് നമുക്ക് എന്ത് ചെയ്യാ, വരക്കാൻ പറ്റും. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, 16 ട്രീസ് നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റൊന്നല്ല, ഇപ്പൊ നമ്മൾ ഒരു റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് വരച്ചു. അതിന്റെ ഒരു ട്രീ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരു ട്രീ എടുത്തു, അതിന്റെ ടിക്സ് 2 3 4 വെച്ചിട്ട് ഒരു ടിക്സ് ഉണ്ടാകും. പിന്നെ എന്തുണ്ടാവും, ലിങ്ക് 1 5 6, 1ഉം 5ഉം 6ഉം ഇതിലില്ല, അതുകൊണ്ട് അതിനാണ് എന്ത് പറയാറ്, ലിങ്ക് എന്ന് പറയാറ്. ഓക്കെ, അപ്പോ നമ്മളെ ഈ തൊട്ട് മുമ്പത്തെ ഈ ഫിഗറിൽ 1 2 3 4 5 6, അപ്പൊ ഏതൊക്കെയാണ് ടിക്സ് ഉള്ളത്, 2 3 4. 2 3 4 ഉപയോഗിച്ച് എന്ത് ചെയ്ത് ആദ്യം ആ കോളംസ് എഴുതി. പിന്നെ ലിങ്ക് എന്നുള്ളത് 1ഉം 5ഉം 6ഉം ആണ്. 1 5 6 അത് മാത്രം വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതി. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു സബ് മെട്രിക്സ് ആണ്. ഇതും എന്താണ്, ഒരു സബ് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എ എന്നുള്ള മെട്രിക്സിനെ 2 സബ് മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതാണ് എന്ത്, ടിഗ് മെട്രിക്സ്, ഇതാണ് ലിങ്ക് മെട്രിക്സ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.